أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ കുറേ ആളുകൾ വിദേശത്ത് നിന്ന് വിളിച്ചിരുന്നു, വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്, കോൾ ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പല ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്, കഫാലത്ത് മാറാനുള്ള ബുദ്ധിമുട്ട്, പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ എല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാർ, അവിടെയൊക്കെ ഖൈറായ ജോലി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹോദരന്മാർ, സഹോദരിമാർ, വീടുകളിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രോഗങ്ങൾക്കൊക്കെ ഷിഫ നൽകുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതമാണ് അവർക്ക് ഖൈറെങ്കിൽ പരിപൂർണ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി അല്ലാഹു രോഗം ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണമാണ് ഖൈറെങ്കിൽ പരിശുദ്ധമായ ഈമാനോടുകൂടി ആഖിബത്ത് നന്നാക്കി അല്ലാഹു അവിടെ മരണം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അതുപോലെ മക്കളില്ലാത്ത സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പൊതുപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇൽമിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഓർമ്മശക്തി അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഒരുപാട് ദിവസമായി ഇപ്പോൾ വീഡിയോസ് ചെയ്തിട്ട് തിരക്ക് കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒരുപാട് പര്യാപ്തങ്ങളിലാണ്. സമ്പത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ, അരിസാധനം വാങ്ങാൻ വകയില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ.
ജീവിതം തള്ളി നീക്കിക്കൊണ്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഭക്ഷണത്തിൽ വിശാലത നൽകുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, അതിനൊരു ബുദ്ധിമുട്ടും വരാതെ മഴ വർഷിക്കും പ്രകാരം ഭക്ഷണം ലഭിക്കാൻ മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഴ വർഷിക്കും പ്രകാരം ഭക്ഷണം നമുക്ക് ലഭിക്കാൻ, നന്മ കൈവരാനും ഭക്ഷണം ലഭിക്കാനും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ലഭിക്കാനും നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നന്മ കൈവരാനും ഭക്ഷണം ലഭിക്കാനും എല്ലാ കാര്യങ്ങളും ബർക്കത്ത് ലഭിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഞാനടക്കമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, മഹാന്മാർ പറഞ്ഞു തരുകയാണ്, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ വാഖിയ എന്നിവയും നിങ്ങൾ ദിവസവും നിങ്ങൾ പതിവാക്കുക. അതുപോലെ അതിന് ശേഷം ഈ ദിക്റുകളും നിങ്ങൾ പതിവായി ചൊല്ലുക. എന്നാൽ മഴ വർഷിക്കും പ്രകാരം ഭക്ഷണവും നന്മകൾ കൈവരാനും ഭക്ഷണം ലഭിക്കുവാനും അതുപോലെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ബർക്കത്ത് ലഭിക്കുവാനും വളരെ മഹത്തമായ ഒരു അമലാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ യാസീൻ, സൂറത്തു വാഖിയ ദിവസവും നമ്മൾ ഓതുകയും അത് ഓതിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ, ഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ഈ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ മഴ വർഷിക്കും പ്രകാരം എന്താണ് ഭക്ഷണം നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു, നമുക്ക് പഠിപ്പിച്ചു തന്നു. മേൽ പറഞ്ഞത് പതിവാക്കിയാൽ മഴ വർഷിക്കും പ്രകാരം ഭക്ഷണം ലഭിക്കുന്നതും അതിനുള്ള മാർഗം അല്ലാഹു നമുക്ക് തുറന്നു തരും എന്നാണ് മഹാന്മാർ പറഞ്ഞു തന്നത്. ഇത് ചൊല്ലിയാൽ ഭക്ഷണം മഴ വർഷിക്കുന്നത് പോലെ ഭക്ഷണം കിട്ടുന്നതല്ല, മഴ പെയ്യുന്നത് പോലെ ഭക്ഷണം കിട്ടുമെന്നല്ല മഹാന്മാർ പറഞ്ഞത്. ഇത് നമ്മൾ പതിവാക്കിയാൽ സൂറത്തുൽ യാസീനും സൂറത്തുൽ വാഖിയയും നമ്മൾ പതിവാക്കുകയും ഈ ദിക്റും നമ്മൾ പതിവാക്കി ദിവസവും നമ്മൾ പതിവായി തുടർന്നു പോന്നാൽ അതിനുള്ള മാർഗം അല്ലാഹു നമുക്ക് തുറന്നു തരുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഇശാഇന് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴാണോ നമുക്ക് ഒഴിവ് കിട്ടുന്നതെങ്കിൽ യാസീനും വാഖിയ സൂറത്തും ഈ ദിക്ർ നമ്മൾ പതിവാക്കി കൊണ്ടുപോരുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളും ബർക്കത്ത് നൽകുന്നവനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യും. അതുപോലെ നന്മകൾ കൈവരും. അതുപോലെ ഭക്ഷണത്തിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മിൽ നിന്ന് തട്ടി നീക്കുമാറാവട്ടെ. ഖൈറിൻ്റെ ബാബ് അല്ലാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ. നമുക്ക് വന്നിരിക്കുന്ന വിപത്തുകളൊക്കെ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.